ഇതാ കാറ്റ് മാറി വീശാൻ തുടങ്ങിയിരിക്കുന്നു. ഏവർക്കും നമസ്കാരം. നിങ്ങളുടെ ഓർമ്മയിൽ അല്പം പിറകോട്ടൊന്ന് സഞ്ചരിക്കുമെങ്കിൽ ഏതാണ്ട് 30 വർഷം 40 വർഷങ്ങൾക്ക് മുൻപൊക്കെ സംഘപരിവാർ, അതിലെ ബുദ്ധിജീവികൾ, അവിടെ തിങ്ക് ടാങ്ക്സ് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം, ഹിന്ദുമതത്തെ സെമിറ്റിസൈസ് ചെയ്യണം. എൻ്റെ അർത്ഥം 3 മതങ്ങളാണ് സെമറ്റിക് റിലിജൻസായി നാം അറിയുന്നത്: ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, ജുഡായിസം, അല്ലെങ്കിൽ ജുഡായിസം, ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം, ദി ക്രോണോളജിക്കൽ സീക്വൻസ്. അവയൊക്കെയും ശക്തിയേറിയ സംഘടനാ രൂപമുള്ളതാണ്. അവയ്ക്ക് കേന്ദ്രീകൃതമായൊരു സ്വഭാവമുണ്ട്. സെൻട്രലൈസ്ഡ്, പവർഫുള്ളി ഓർഗനൈസ്ഡ് സ്ട്രക്ചേഴ്സ്. അവർക്ക് ഒരു മതം ഉള്ളതുകൊണ്ട്, ഒരു ഗ്രന്ഥം ഉള്ളതുകൊണ്ട് അതിനെ കേന്ദ്രീകരിച്ച് ഐകമത്യമുള്ള ജനമായി അവർ കഴിയുന്നു, ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവരെപ്പോഴും ഐക്യമുള്ളവരാണ്. ഐക്യം രാഷ്ട്രീയമായ ശക്തിയാണ്. ഹിന്ദുമതം ഇതിന് തുലവും വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഹിന്ദു സമുദായം എപ്പോഴും ശിഥിലീകരിക്കപ്പെട്ടിരിക്കുന്നു. അവർക്ക് ഐക്യം ഒരു വിധത്തിലും കരസ്ഥമാകുന്നില്ല. അതുകൊണ്ടാണ് രാഷ്ട്രീയമായി അവർ പരാധീനത അനുഭവിക്കുന്നത്. 1000 വർഷം ഭാരതത്തെ വിദേശ ശക്തികൾ കീഴടക്കാൻ കാരണം ഹിന്ദു സമൂഹത്തിൻ്റെ ഈ പരാധീനത, ഐക്യരാഹിത്യത്തിൽ കൂടെ എപ്പോഴും സ്ഥിതി ചെയ്യുന്ന പരാധീനത, അത് മാറ്റണമെങ്കിൽ ഹിന്ദു സമുദായത്തെയും ഹിന്ദു മതത്തെയും സെമറ്റിസൈസ് ചെയ്യണം. അല്ലെങ്കിൽ ഇസ്ലാം പോലെയാക്കണം, ക്രിസ്ത്യാനികളെ പോലെയാകണം, യഹൂദന്മാരെ പോലെയാകണം. എന്ന ഈ ഒരു വലിയ താല്പര്യം അവർ പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കാറ്റ് നേരെ മറിച്ച് വീശുകയാണ്. ഹിന്ദുമതത്തെ ക്രിസ്ത്യനൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഇസ്ലാമൈസ് ചെയ്യുക, അല്ലെങ്കിൽ ജുഡായിസ് ചെയ്യുക എന്നതിന് പകരം, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങളുടെ ഇടയിൽ ഇത് ഇല്ല, യഹൂദന്മാരുടെ ഇടയിലുമില്ല, ക്രിസ്ത്യാനികളുടെ ഇടയിൽ മാത്രം ക്രിസ്തു മതത്തെ ഹിന്ദുവൈസ് ചെയ്യാനുള്ള വലിയ വ്യഗ്രതയും പരിശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ പല ഉദാഹരണങ്ങൾ ഈ അടുത്ത കാലത്ത് എവിടെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ പൊതുവായ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കിടുവാൻ തുനിയുന്നത്. ഒരു കാലത്ത് ക്രിസ്ത്യാനികളാണെങ്കിൽ മറ്റുള്ളവരുടെ വിശ്വാസ പ്രമാണങ്ങളോ ദൈവങ്ങളോ ആരാധനാലയങ്ങളോ തൊട്ടുകൂടാത്തതാണ് എന്ന് വിശ്വസിക്കുകയും അപ്രകാരം നിലപാടെടുക്കുകയും ചെയ്യണം എന്ന ഒരു നിർബന്ധമുണ്ടായിരുന്നു. അത് മറ്റുള്ള ഏതെങ്കിലും മതത്തെപ്പറ്റി ക്രിസ്ത്യാനികൾക്ക് അറിവുണ്ടായിട്ടല്ല, അവരുടെ മതഗ്രന്ഥങ്ങൾ പഠിക്കുകയോ അവരുടെ ഫിലോസോഫിക്കൽ സ്പിരിച്വൽ ദർശനമെന്ത്, ദാർശനികവും ആധ്യാത്മികവുമായ ദർശനമെന്ത്, ദൈവസങ്കല്പങ്ങളെന്ത്, ധാർമ്മിക ബോധമുണ്ട് എന്ത്, സാംസ്കാരികമായ പ്രത്യേകതകളെന്ത്, ഇതിനെപ്പറ്റി ഏതെങ്കിലും അറിവുണ്ടായിട്ടില്ല. നമുക്ക് മറ്റൊരു മതത്തെപ്പറ്റിയും ഒരറിവുമില്ല. എനിക്കില്ല, നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അത് മുഴുവനും തെറ്റാണെന്നും അത് മുഴുവൻ അന്ധകാരമാണെന്നും സാത്താനാണെന്നും നമ്മെ പറഞ്ഞ് പഠിപ്പിച്ചു. അത് നമ്മളെ പഠിപ്പിച്ചവർ വേറെ ആരുടെ നിന്ന് കേട്ടവരാണ്. ആ കേട്ടവർ വേറെ ആരുടെ നിന്ന് കേട്ടതാണ്. ഇങ്ങനെ കേൾവിയായിട്ട് വന്നതിനെ പരമസത്യമാണെന്ന് നമ്മൾ വിചാരിച്ചു. അത് തലമുറകളായിട്ട് നമ്മൾ കൈമാറി ഇങ്ങനെ ഒഴുകി വന്നു. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ നാം പലവിധമായ
നിലപാടുകൾ എടുത്തു. അതുകൊണ്ട് തന്നെ മറ്റുള്ള മതത്തിലുള്ളവരെല്ലാം അന്ധകാരത്തിലും അപകടത്തിലുമാണ്. അവരെ രക്ഷിച്ച് ക്രിസ്തുമതത്തിലേക്ക് കൊണ്ടുവന്ന് സ്വർഗത്തിലേക്ക് പോകാനുള്ള പാസ്പോർട്ട് എഴുതി കൊടുക്കണം എന്ന ഒരു ധാരണയിൽ വലിയ വലിയ സംരംഭങ്ങൾ നടത്തി അനേകം ആളുകളെ, പതിനായിരക്കണക്കിന് ആളുകളെ മതപരിവർത്തനം ചെയ്തു. അങ്ങനെ മതപരിവർത്തനം ചെയ്ത ആളുകളിൽ ഭൂരിപക്ഷം ആളുകളുടെയും അവസ്ഥ ഇന്നും പരിതാപകരമാണ്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു വലിയ മാറ്റമുണ്ടാകാൻ കാര്യം? അതിൻ്റെ ഉത്തരം വളരെ പ്രകടവും ലളിതവുമാണ്, രാഷ്ട്രീയമാണ്. നാം പലപ്പോഴും ധരിച്ചിരിക്കുന്നത് മതപരമായ കാഴ്ചപ്പാടുകൾ, മതപരമായ സമീപനങ്ങൾ അതിനെ സ്വാധീനിക്കുന്ന ദൈവബോധമാണെന്നാണ്. അങ്ങനെയല്ല. ദൈവവും ഇതുമായി യാതൊരു ബന്ധവുമില്ല. എക്കാലത്തും എല്ലാ സമൂഹത്തിലും എല്ലാ മതങ്ങളിലും കാഴ്ചപ്പാടുകളെ സ്വാധീനിച്ചുകൊണ്ടിരുന്നത്, നിശ്ചയിച്ചുകൊണ്ടിരുന്നത് ദൈവമല്ല, രാഷ്ട്രീയമാണ്. ദൈവസങ്കല്പങ്ങളെപ്പോലും കാലാകാലങ്ങളിൽ തിരുത്തുകയും വിടർത്തുകയും അടർത്തുകയും ചെയ്തത് രാഷ്ട്രീയമാണ്. അതിനുള്ള ചരിത്ര ഉദാഹരണങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇപ്പോൾ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ നോക്കുമ്പോൾ അവർക്ക് ദൈവങ്ങളുണ്ടായിരുന്ന കാലത്ത് രാഷ്ട്രീയമായി ഒരു രാജ്യം ഒന്നായിത്തീരണമെങ്കിൽ ഏകദൈവത്തിൻ്റെ വിശ്വാസം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയ ഫെറോ അതിനുവേണ്ടി ശ്രമിച്ചു. അങ്ങനെ ഒരു ദൈവത്തെ അവതരിപ്പിച്ചു. അതിലാളുകൾ വിശ്വസിക്കണമെന്ന് നിർബന്ധിച്ചു. മറ്റുള്ള ദൈവങ്ങളെ നിഷ്കാസനം ചെയ്യിച്ചു. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഏകദൈവത്തിൽ വിശ്വസിച്ചാൽ രാഷ്ട്രീയമായ ശക്തി കൂടും എന്ന ഒരു ധാരണ ഹിന്ദുമതത്തിൽ അനുയായികളുണ്ടായിരുന്നത് കൊണ്ട് ഹിന്ദുമതത്തെ ക്രിസ്ത്യൻ മതം പോലെയും ഇസ്ലാം മതം പോലെയും യഹൂദ മതം പോലെയും പുനഃസംഘടിപ്പിക്കണം എന്നൊരു താല്പര്യം വളരെ ശക്തമായി ഈ ഞാൻ പറഞ്ഞ കാലഘട്ടത്തിൽ അവതരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയുള്ള സംവാദങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ഞാൻ പങ്കെടുത്തിട്ടില്ല എങ്കിലും എൻ്റെ ഉള്ളടക്കം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് ഈ സമയത്ത് സൂചിപ്പിച്ചുകൊള്ളട്ടെ. ഇപ്പോൾ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയായ AN രാധാകൃഷ്ണന് കെട്ടിവെക്കാനുള്ള തുക കൊടുത്തത് ഓർത്തഡോക്സിലെ കുന്നംകുള ഭദ്രാസന അധ്യപനായ യൂലിയോസ് മെത്രാനാണ്. അദ്ദേഹം തന്നെ പറയുന്നത്, എന്നെ ആളുകൾ, അതായത് ഓർത്തഡോക്സ് സഭയിലെ തന്നെ ആളുകൾ, അദ്ദേഹത്തിൻ്റെ കുഞ്ഞാടുകൾ എന്നെ വിളിക്കുന്നത് യൂലിയോസ് എന്നല്ല ഊളയോസാണ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് പറയാൻ എനിക്കൊരു മടിയൊന്നുമില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തെ മറ്റ് പല വിധത്തിലും ഓർത്തഡോക്സുകാർ വിളിക്കുന്നുണ്ട്. ഞാനത് പറഞ്ഞ് എനിക്കത് പറയാൻ വയ്യ, അതിനുള്ള നാവ് എനിക്കില്ല, അതുകൊണ്ട് ഞാനത് വിടുകയാണ്. അപ്പോൾ അദ്ദേഹമാണ് AN രാധാകൃഷ്ണന് കെട്ടിവെക്കാനുള്ള തുക കൊടുത്തു. BJPയുടെ സ്ഥാനാർത്ഥിയായ AN രാധാകൃഷ്ണന് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുമ്പോൾ അതിന് കെട്ടിവെക്കാനുള്ള തുക ഇല്ലാത്തൊരു പാർട്ടിയിലാണോ അദ്ദേഹം നിൽക്കുന്നത്? ലോകത്തിലെ ഏറ്റവും പണക്കൊഴുപ്പുള്ള റിച്ചസ്റ്റായിട്ടുള്ള പാർട്ടിയാണ് BJP. ഇപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെയൊക്കെ വിവാദം വരുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഇതുവരെ വെളിപ്പെട്ടു വന്നതനുസരിച്ച് BJPക്ക് കുറഞ്ഞ പക്ഷം 5000 കോടി രൂപ കോർപ്പറേറ്റ് ആളുകൾ കൊടുത്തിട്ടുണ്ട്. അത് വാസ്തവത്തിൽ കൈമാറ്റം ചെയ്തതിൻ്റെ ഒരു അംശം മാത്രമാണെന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇലക്ട്രൽ ബോണ്ടിൻ്റെ ലക്ഷ്യം ഇലക്ഷൻ സമയത്ത് കള്ളപ്പണം കയറി കളിക്കരുത് എന്നതായിരുന്നു. അപ്പോൾ നമുക്ക് 536 കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ട്. ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇലക്ഷന് ചിലവാക്കാനായിട്ട് അനുവദനീയമായത് 75 ലക്ഷമായിരുന്നു. ഇപ്പോൾ 90 കൂട്ടിയിട്ടുണ്ട്. അത് 1 കോടി എന്ന് വെച്ചു. എന്നാലും BJP ഈ
536 അല്ലെങ്കിൽ 550 താഴെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആളുകളെ മത്സരിപ്പിക്കണമെങ്കിൽ അത്രയും മതിയല്ലോ. അതിൻ്റെ 10 ഇരട്ടി ഇലക്ട്രൽ ബോണ്ടിൽ കൂടെ കിട്ടി. അപ്പോൾ ഇഷ്ടം പോലെ പൈസ. അതുകൊണ്ടാണ് ഏത് പാർട്ടിയിൽ നിന്നും MLA-മാരെ MP-മാരെ വാങ്ങിക്കാം. അത്ര ആത്മധൈര്യത്തോടുകൂടെ ഏത് ഇലക്ഷനും ജയിക്കാം. അടുത്ത 50 വർഷത്തിൽ ഞങ്ങൾ മാത്രമേ ഭരിക്കുകയുള്ളൂ എന്ന ഒരു ആത്മധൈര്യത്തിൻ്റെ പുറകിൽ വർത്തിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാനത്തോളം സൽഭരണത്തിലൂടെ ഉടലെടുക്കുന്ന ആത്മധൈര്യമല്ല, പിന്നെയോ പണക്കൊഴുപ്പ് കൊണ്ടുള്ള ആ ഒരു ചങ്കൂറ്റമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ AN രാധാകൃഷ്ണന് തൃക്കാക്കര നിന്ന് ഒരു അസംബ്ലി ബൈ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ അതിന് കെട്ടിവെക്കാനുള്ള തുക കൊടുത്തത് യൂലിയോസ് മെത്രാനാണ്. അതുപോലെ ഓർത്തഡോക്സ് സഭയിലെ പല വൈദികരും BJP-യിൽ ഒഫീഷ്യലായിട്ട് ചേരാനായിട്ട് കൊതിച്ച് നിൽക്കുന്ന ഒരുത്തൻ ചാടി അത് വിവാദമായപ്പോൾ അങ്ങനെ പുരോഹിതന്മാരും മേൽപുരോഹിതന്മാരും അങ്ങനെ ഒരു പാർട്ടിയുടെ അംഗമാകരുത് എന്ന് മനസ്സില്ലാ മനസ്സോടെ ബാവാ തിരുമേനി കൽപ്പിച്ചു എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ മത്സരിച്ച് വിജയിക്കാനായി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അനിൽ ആൻ്റണി ഓടി നടന്ന് PC ജോർജിൻ്റെ കാർമ്മികത്വത്തിൽ അമ്പലങ്ങൾ സന്ദർശിക്കുന്നു, തൊഴുന്നു, വണങ്ങുന്നു, മുട്ടുമടക്കുന്നു, വില്ല് പോലെ കുത്തി നിൽക്കുന്നു. അതൊരു വിധം. ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടിക്കുഞ്ച് ജയിച്ച് അസംബ്ലിയിൽ കയറുന്നതിന് മുമ്പേ അമ്പലത്തിൽ പോയി തുലാഭാരം നടത്തുന്നു. ഇങ്ങനെ പിന്നെ ശശി തരൂർ അദ്ദേഹത്തിൻ്റെ അവകാശമാണ്. തുലാഭാരം നടത്തി അദ്ദേഹത്തിന് മാരകമായ ഒരു അപകടം ഉണ്ടായി 6 സ്റ്റിച്ച് വേണ്ടി വന്നു. ഭാഗ്യത്തിന് ജീവൻ പോയില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ. അതുകൊണ്ട് ഒരു കാലത്ത് നമ്മുടെ കാലത്ത് തന്നെ ഹിന്ദുമത ചിന്തകർ, ഹിന്ദുത്വ ചിന്തകർ ഹിന്ദുമതത്തെ ക്രിസ്തുമതത്തെ പോലെ ആക്കണം, എന്നാൽ മാത്രമേ ഭാവിയുള്ളൂ എന്ന് ചിന്തിച്ചിരുന്ന ഇതേ സമൂഹത്തിൽ, ഇതേ രാജ്യത്തിൽ ക്രിസ്ത്യാനികളിതാ ഹിന്ദുക്കളെ പോലെ ആയാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ, അതാണ് നമുക്ക് ഏറ്റവും ലാഭകരമായത്, അത് ചെയ്യുന്നതാണ് ബുദ്ധി എന്ന വിധത്തിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കാറ്റിതാ തിരിച്ച് ദിശ മാറി അടിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ പറയാൻ കഴിയും. എന്നാൽ അതേസമയം തന്നെ പഴയ ആ സ്വഭാവം ഇപ്പോഴുമുണ്ട്. ഇപ്പോൾ തന്നെ 6 വർഷം മുൻപ് ഞാൻ അഭിമുഖീകരിച്ചൊരു പ്രതിസന്ധി, വിശ്വപ്രസിദ്ധനായ സ്വാമി അഗ്നിവേഷ് എൻ്റെ കൂടെ വന്ന് താമസിച്ചപ്പോൾ ക്രൈസ്റ്റ് ചർച്ച് പാളയത്തിലെ അംഗങ്ങൾക്ക് ആർക്കെങ്കിലും അദ്ദേഹത്തെ കാണാനോ ഇടപെടുവാനോ താല്പര്യമുണ്ടെങ്കിൽ അവർ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഞാനത് ആ സാധ്യത ചിലരെയൊക്കെ അറിയിച്ചപ്പോൾ അന്നത്തെ ക്രൈസ്റ്റ് ചർച്ചിൻ്റെ ചുമതലയിലിരുന്ന CY തോമസ് എന്ന അച്ഛൻ പുലിയെപ്പോലെ എനിക്കെതിരെ ചാടി എൻ്റെ ആടുകളെ ചെന്നായുടെ മുമ്പിൽ എറിഞ്ഞു കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അദ്ദേഹം പള്ളിയിൽ അനൗൺസ് ചെയ്തു, ആരും സഹകരിച്ചുകൂടാ, ഒരു സ്വാമിയുടെ അടുത്ത് പോകാൻ പാടില്ല. അത് അങ്ങനെ. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്താഗതി. ഇതെവിടെയാണ് സത്യം, ആരെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഇതാ യൂലിയോസ് മെത്രാൻ അമ്പലത്തിൽ പോയി ആ പരിപാടികൾ, അത് ഗണപതി എന്ന് പറഞ്ഞാൽ വിഘ്നം നശിപ്പിക്കുന്ന ദൈവമാണ്. അപ്പോൾ ഗണപതിയെ പ്രീതിപ്പെടുത്തി നിർത്തിയില്ലെങ്കിൽ സംഗതി വഷളാകും. ഇപ്പോൾ തിരുമേനിയാണെങ്കിലും ഗണപതിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ആത്മധൈര്യത്തോടെ എവിടെയെങ്കിലും നിൽക്കാനൊക്കത്തുള്ളൂ എന്നതൊരു അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചറിവാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം പോകുന്നു. ആകെപ്പാടെ ഇത് എല്ലാം കുഴഞ്ഞു മറിഞ്ഞ് ഏതാണ് സത്യം, ഏതാണ് അസത്യം, ഏതാണ് രാത്രി, ഏതാണ് പകൽ എന്ന് ആർക്കും അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്.
ഈ ഒരു സാഹചര്യത്തിൽ നാം എന്ത് ചെയ്യണം? എനിക്ക് ഏവരോടും പറയാനുള്ള ഒറ്റ കാര്യം മാത്രമാണ്. അതായത്, നമുക്ക് 2 സാധ്യതകളേ ഉള്ളൂ. അതിലൊന്ന് തിരഞ്ഞെടുക്കണം. എന്താണ് 2 സാധ്യതകൾ? ഒന്ന്, ബാഹ്യമായ ഭൗതികമായ കാര്യങ്ങളും സാഹചര്യങ്ങളും ശക്തികളും എന്താണ്, അത് ശ്രദ്ധിച്ച് അത് രൂപപ്പെടുന്നതിനനുസരിച്ച് നമ്മളെ രൂപപ്പെടുത്തുക. കാറ്റ് അങ്ങോട്ടടിച്ചാൽ അങ്ങോട്ട് തിരഞ്ഞെടുക്കുക, കാറ്റ് ഇങ്ങോട്ടടിച്ചാൽ ഇങ്ങോട്ട് തിരഞ്ഞെടുക്കുക. കാറ്റടിക്കുമ്പോൾ പറന്ന് നിൽക്കുക, കാറ്റടിച്ചില്ലെങ്കിൽ കുഴഞ്ഞു നിൽക്കുക. ബാഹ്യമായ, നമുക്ക് ചുറ്റുമുള്ള ബാഹ്യമായ ഘടകങ്ങളും ശക്തികളും എപ്രകാരമാകുന്നുവോ അതിനനുസരിച്ച് മാത്രം, അവ മാത്രമേ എൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമാകുകയുള്ളൂ. അത് മാത്രമാണ് യാഥാർത്ഥ്യം, അതിന് അപ്പുറത്തൊന്നുമില്ല. അതുകൊണ്ട് ബുദ്ധിമതിയായ ഞാൻ ഈ സാഹചര്യങ്ങളെ, അത് ബാഹ്യമായ ഞാൻ വസിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നിലകൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ബാഹ്യമായ ശക്തികൾ, ഉദാഹരണമായിട്ട് രാഷ്ട്രീയം, സാമ്പത്തികമായ കാര്യങ്ങൾ, സാംസ്കാരികമായ കാര്യങ്ങൾ, ഇതിൽ പിടിച്ചു നിൽക്കാനായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം ഞാൻ ചെയ്യും. അതാണ് ബുദ്ധി. ബാക്കിയെല്ലാം മണ്ടത്തരമാണ്. അപ്പോൾ ഭൗതികമായ ഘടകങ്ങളും ശക്തികളും ഏജൻസികളും നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കാഴ്ചപ്പാടിനെ, നമ്മുടെ താല്പര്യങ്ങളെ, നമ്മുടെ ലക്ഷ്യങ്ങളെ 100% നിയന്ത്രിക്കുകയും നിശ്ചയിക്കുകയും ചെയ്യുവാൻ നാം മനഃപൂർവ്വം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അതാണ് ഒരു സമീപനം. അത് നാം ഈ കാലഘട്ടത്തിൻ്റെ സൃഷ്ടികളായി നമ്മെ തന്നെ കരുതുകയും അപ്രകാരമായി തീരേണ്ടതിന് നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. നാം ദൈവത്തെ ഫലമേൽപ്പിക്കുന്നതിന് പകരം ഈ ലോകത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഫലമേൽപ്പിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് ഈ ബാഹ്യമായ ശക്തികളാണ് പരമമായ ശക്തികൾ. അവയ്ക്ക് ദൈവതുല്യമായ പ്രാധാന്യം കൽപ്പിക്കണം. അവയെ പ്രീതിപ്പെടുത്തി നാം സാധാരണ ആരാധനയിൽ കൂടെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നത് പോലെ ആരാധന കഴിഞ്ഞാൽ ഉടനെ ലൗകികമായ എല്ലാ ശക്തികളെയും പ്രീതിപ്പെടുത്തി വണങ്ങി നമസ്കരിച്ച് തൊഴുത് ഇങ്ങനെ നിൽക്കുന്നവനാണ് മിടുക്കൻ. ഞായറാഴ്ചയുള്ളത് നാടകവും മറ്റ്6 ദിവസങ്ങളിലുള്ളത് യാഥാർത്ഥ്യവുമാണ് എന്ന് വിശ്വസിച്ച് അപ്രകാരം നമ്മുടെ ജീവിതത്തെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. അങ്ങനെയുള്ള വ്യക്തികളാണിപ്പോൾ ഈ ക്രിസ്ത്യാനിറ്റിയെ ഹിന്ദുവൈസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നവർ. ഞാനിത് ഹിന്ദു മതം ഇഷ്ടമാണെന്നോ അന്ധകാരമാണെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത് ഒരു പ്രവണതയെ നാം എങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം എന്ന് മാത്രമാണ് എൻ്റെ വിഷയം. രണ്ടാമതൊരു സാധ്യതയുള്ളത്, ഈ വഴിയാണ് യേശു കാണിച്ചത്. രണ്ടാമത്തെ മാർഗം എന്താണ്? ബാഹ്യമായ ശക്തികൾ നൈമിഷികമാണ്. അത് ഇന്ന് ഉള്ളതും നാളെ വാടിപ്പോകുന്നതുമായ പുല്ല് പോലെയാണ്. ഇപ്പോൾ നോക്കുമ്പോൾ അത് വളരെ ശക്തിയേറിയതാണ്, അത് തഴച്ചു വളരുന്നു, അതിൻ്റെ സ്വാധീനം അപാരമാണ്, അതിനെ പ്രീതിപ്പെടുത്തുന്നില്ലെങ്കിൽ എന്നെ ചവിട്ടി അരച്ചു കളയും എന്നൊക്കെ തോന്നുമെങ്കിലും ഇത് വെറും നാളെ ഉണങ്ങാൻ പോകുന്ന ഇലയാണ്. ഇത് കരിയിലയാകുകയും കാലത്തിൻ്റെ കാറ്റടിച്ചതിനെ എവിടെയെങ്കിലും കൊണ്ട് കളയുകയും ചെയ്യും എന്ന് തിരിച്ചറിഞ്ഞിട്ട് നിത്യമായ യാഥാർത്ഥ്യങ്ങളെ ഞാൻ അള്ളിപ്പിടിക്കും, അതിൽ മാത്രം ഉറച്ചു നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോൾ എന്തെല്ലാം കഷ്ടവും നഷ്ടവും സഹിക്കണമോ അത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. അങ്ങനെയുള്ള ഒരടിസ്ഥാനമുള്ള ഉറച്ചു നിൽക്കുന്ന വളരെ കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിത്വം പ്രാപിപ്പാൻ ഇടയാകും. അങ്ങനെയുള്ള വ്യക്തികൾ കാറ്റ് എങ്ങോട്ടടിക്കുന്നു ആ ദിശയിലേക്ക് തിരിഞ്ഞ്, അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ്, അവിടെ ചാടി ഇവിടെ ചാടി, അവിടെ പോയി ഇവിടെ പോയി, അവിടെ കാല് പിടിച്ചു ഇവിടെ കൈ പിടിച്ചു, ഇങ്ങനെ തത്തിക്കളിച്ച് നടക്കയില്ല. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. നമുക്ക് എന്തിനെ പറ്റിയെങ്കിലും ഒരു നിലപാടുണ്ടോ? നാം എന്തിനു വേണ്ടി ജീവിക്കുന്നു?
നമുക്ക് ഭൗതികവാദിനെ കവിയുന്ന ഒരു ദർശനമുണ്ടോ? ഒരാത്മീയ ദർശനമുണ്ടോ? എന്താണ് ഈ ആത്മീയ ദർശനം? അത് ഈ ലോകത്തെയും ഈ ലോകത്തിന് അതീതമായി സ്ഥിതി ചെയ്യുന്ന അഭൗമമായ യാഥാർത്ഥ്യങ്ങളുടെ സാധ്യതകളുടെ ലോകവുമായിട്ടുള്ള നിരന്തരമായ സമന്വയമാണ് ആത്മീയത. ഈ ലോകത്തെ 100% നിരാകരിക്കുന്ന ആത്മീയതയല്ല, അത് നിഷേധാത്മകതയാണ്. ഈ ലോകം മാത്രമേ യാഥാർത്ഥ്യമായിട്ടുള്ളൂ, മറ്റെല്ലാം അയാഥാർത്ഥ്യങ്ങളാണ്. അത് ആത്മീയതയല്ല, അത് മെറ്റീരിയലിസമാണ്. ഈ ലോകം യാഥാർത്ഥ്യമല്ല, പരലോകം മാത്രമേ യാഥാർത്ഥ്യമാകുള്ളൂ, അത് എസ്കേപ്പിസമാണ്. ഇതൊന്നും ആത്മീയതയല്ല. ആത്മീയത എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ഈ ലോകത്തിലെ അവസ്ഥകളും, എന്നാൽ ഈ ദൃശ്യമായ ലോകത്തിലെ അവസ്ഥകളും അദൃശ്യമായ ലോകത്തിൻ്റെ ആ യാഥാർത്ഥ്യങ്ങളും അതിൻ്റേതായ സാധ്യതകളും സമന്വയിക്കപ്പെട്ട് അത് ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഒരു ദേവാലയത്തിൽ സംഭവിക്കുകയില്ല, ആരാധനാലയത്തിൽ സംഭവിക്കുകയില്ല, ഒരു സ്ഥാപനത്തിൽ കൂടെ സംഭവിക്കുകയില്ല. അത് വിശ്വാസിയുടെ ജീവിതത്തിൽ കൂടെ മാത്രമേ സംഭവിക്കുകയുള്ളൂ. അങ്ങനെ ഭൂമിയും സ്വർഗവും ഒരു വ്യക്തിയുടെ അനുഭവത്തിൽ ഒന്നായിത്തീരുമ്പോൾ ആ കൂടിവരവിൽ കൂടെ ഉടലെടുക്കുന്ന പുതിയ ദർശനം. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ വെള്ളം. നമുക്കറിയാം, വെള്ളത്തിൻ്റെ ഒരു മോളിക്യൂൾ ഓക്സിജൻ, ഹൈഡ്രജൻ ഇതിൻ്റെ ആറ്റംസ് കൊണ്ടുണ്ടാക്കിയതാണ്. H2O, 2 atoms of hydrogen, 1 atom of oxygen, they combine and create a molecule of water. അപ്പോൾ ഓക്സിജൻ തനിയെ ഇരിക്കുമ്പോൾ അതിന് അതിൻ്റേതായ സ്വഭാവം, ഹൈഡ്രജൻ തനിയെ ഇരിക്കുമ്പോൾ അതിന് അതിൻ്റേതായ സ്വഭാവം. ഈ ഓക്സിജൻ കൊണ്ടോ ഹൈഡ്രജൻ കൊണ്ടോ മനുഷ്യൻ്റെ ദാഹം ശമിപ്പിക്കാൻ സാധ്യമല്ല. മനുഷ്യൻ്റെ ദാഹം ശമിക്കണമെങ്കിൽ ഇത് രണ്ടും ഒന്നായിത്തീരണം. ഇത് രണ്ടും ഒന്നല്ലാത്തത് കൊണ്ടാണ് ഒന്നായിത്തീരേണ്ടത്. ഇത് തമ്മിൽ വ്യത്യാസമുള്ളത് കൊണ്ടാണ് ഒന്നായിത്തീരേണ്ടത്. ഇപ്പോൾ ഓക്സിജൻ ഉണ്ട്, ഇവിടെ ഓക്സിജനും ഉണ്ട്. രണ്ടും ഒന്നായി തീർന്നാൽ വെള്ളം ഉണ്ടാകുകയില്ല. അല്ലെങ്കിൽ ഇവിടെ ഹൈഡ്രജനും ഉണ്ട്, 2 ഹൈഡ്രജൻ ബോട്ടിൽ ഒന്നാക്കിയാൽ അത് വെള്ളം ഉണ്ടാകുകയില്ല. അപ്പോൾ പുതിയ സാധ്യതകൾ, മനുഷ്യാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന വിവിധമായ ആവശ്യങ്ങൾ, സാധ്യതകൾ അർത്ഥവത്തെ തീരത്തക്കവണ്ണം ഒരു സാധ്യതയുണ്ടാകണമെങ്കിൽ പരസ്പരം തികച്ചും വ്യത്യസ്തമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ സമന്വയിക്കപ്പെടുമ്പോൾ മാത്രമേ ആ സാധ്യത പൊന്തി വരികയുള്ളൂ എന്നതാണ് ആത്യന്തികമായ സത്യമാണത്. അതാണ് യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയും. അതാണ് വചനം ജഡമായി തീർന്നു. നാം താത്വികമായി ലൗകികമായ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ വചനവും ജഡവും തമ്മിൽ ഒരു വിധത്തിലും അടുത്തുകൂടാ. ഇപ്പം ക്രിസ്ത്യാനികളെന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചപ്പാടിൽ നാമും ലോകവുമായിട്ട് ഒരു ബന്ധവും പാടില്ലെന്നാണ് പറയുന്നത്. വചനവും ജഡവും ഒരിക്കലും അടുത്തുകൂടാ. പക്ഷേ യേശുവിൻ്റെ വ്യക്തിത്വം എന്തായിരുന്നു? വചനം ജഡമായി തീർന്നു. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ക്രിസ്ത്യാനിക്കില്ല. അപ്പോൾ ആത്മീയത എന്നാൽ എന്താണ്? വചനം ജഡമായി തീർന്നു, അതാണ് ആത്മീയത. അത് ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയുന്നില്ല. നാം ഒന്നുകിൽ വചനമാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ നാം ജഡമാണ്. അങ്ങനെ ജഡമാകുമ്പോൾ ജഡത്തെ നിയന്ത്രിക്കുന്ന ഈ ലോകത്തിൻ്റെ മർമ്മമാണ്. ഈ ലോകത്തിൻ്റെ മർമ്മം ജീർണതയുടെ മർമ്മമാണ്. അതുകൊണ്ടാണ് ഒരു ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടു കഴിഞ്ഞാൽ ശരീരം അളിഞ്ഞു തുടങ്ങുന്നത്, ജീർണിച്ച് തുടങ്ങുന്നത്. അത് ഈ ലോകത്തിൻ്റെ മർമ്മമാണ്. അപ്പോൾ ജീർണത എന്ന് പറഞ്ഞാൽ മാറ്റം. അത് ഓരോ നിമിഷം അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഒരു ശവം അവിടെ കിടന്നാൽ അത് ഓരോ നിമിഷത്തിലും അതിൻ്റെ ജീർണത വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അത് കാലത്തിനനുസരിച്ച് വരുന്ന മാറ്റത്തിൻ്റെ ഒരു പ്രത്യേകമായ ആവിഷ്കാരമാണ്. ഇപ്പോൾ കാലത്തിൻ്റെ മാറ്റമനുസരിച്ച് ഫാഷനും സ്റ്റൈലും മാറുന്നതും കാലത്തിൻ്റെ പോക്കനുസരിച്ച് ഒരു ശവം അഴുകുന്നതും താത്വികമായിട്ട് ഒന്നാണ്. അത് രണ്ടും വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നിയാലും യഥാർത്ഥത്തിൽ ഇൻ പ്രിൻസിപ്പിൾ ബോത്ത് ആർ ദ സെയിം. ഇതെങ്കിലും മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് വേണ്ടേ? ഒരു തിരിച്ചറിവ് നമുക്ക് വേണ്ടേ? അതില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭൗതികമായ
ശക്തികളെയും സംവിധാനങ്ങളെയും മാത്രം ആശ്രയിച്ച് നമുക്ക് കഴിയാൻ സാധ്യമാകുകയുള്ളൂ, ബാക്കിയെല്ലാം മിഥ്യകളാണ് എന്ന് വിശ്വസിക്കുന്നതിൽ കൂടെ ഉടലെടുക്കുന്ന ഒരു വ്യക്തിത്വവും ഒരു ജീവിത ദർശനവും ഉണ്ട്. അതാണ് ഇപ്പോൾ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളെയും ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളെയും പ്രത്യേകിച്ച് മെത്രാന്മാരെയും പുരോഹിതന്മാരെയും നയിക്കുന്നത് എന്നത് ഓരോ സംഭവങ്ങളും നമ്മെ വിളിച്ചറിയിക്കുന്ന പച്ച പരമാർത്ഥമാണ്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി നാം ഈ ലോകത്തെ ഒരിക്കലും നിരാകരിക്കുന്നില്ല. എങ്കിലും ഈ ലോകം അതിൽ തന്നെ അപൂർണമാണ്. എങ്കിലും അതുകൊണ്ട് ഇതിനപ്പുറത്തുള്ള അദൃശ്യമായ അപ്രമേയമായ തത്വങ്ങളും സമ്പത്തും സാധ്യതകളും ഈ ലോകത്തിൻ്റെ അവസ്ഥയിലേക്ക് വരുവാൻ തക്കവണ്ണം ആവഹിപ്പാൻ തക്കവണ്ണം നാം ശ്രമിക്കുമ്പോൾ മാത്രമാണ് ജീവിതത്തിൽ പൂർണ്ണതയുടെ അനുഭവം ഉണ്ടാകുന്നത്. ആ അവസ്ഥയാണ് യേശു പറയുന്നത്, നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും. ജീവൻ എന്നത് ആന്തരികമായൊരവസ്ഥയാണ്. ത്വക്കിന് വെളിയിലല്ല നമ്മുടെ ജീവിതം ആണ്, അങ്ങനെയാണെന്ന് പറയാം. ജീവിതം എന്നല്ല യേശു, നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും. അതൊരു ആന്തരികമായ തത്വമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നാം കൽപ്പിക്കേണ്ടത് നമ്മുടെ ആന്തരികമായ അവസ്ഥയാണ്. പക്ഷേ ഈ ആന്തരികമായ അവസ്ഥ അതിൻ്റെ സത്യസന്ധതയിൽ, അതിൻ്റെ പൂർണ്ണതയിലായിത്തീരണമെങ്കിൽ ഭൂമിക്ക് അതീതമായതും ദൃശ്യമായതും അദൃശ്യമായതും ഭൗതികമായതും അഭൗമമായതും നമ്മിൽ ഒന്നായി തീർന്നിട്ട് അഭൗമമായത് ഭൗമമായതിനെ നിയന്ത്രിക്കുകയും ശുദ്ധീകരിക്കുകയും മഹത്വീകരിക്കുകയും ചെയ്യുന്ന ആ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ് ആത്മീയത. ആ ഒരു ദർശനം പാലിക്കാത്ത ആളുകൾ അവർ ഏത് സാഹചര്യത്തിൽ, ഏത് സമൂഹത്തിൽ, ഏത് മണിക്കൂറിൽ വസിക്കുന്നുവോ ആ സാഹചര്യത്തിൽ ആ മണിക്കൂറിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥിതിവിശേഷങ്ങളുടെ സൃഷ്ടികളായിരിക്കും. കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ കാലമെന്ന കുശവൻ്റെ കയ്യിലെ കളിമണ്ണായിട്ട് അവർ തീരും. അതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ നിലനിൽപ്പിന് വേണ്ടി അമ്പലത്തിൽ പോയൊന്ന് തൊഴുതാൽ നല്ലതാണെന്ന് ഒരു മെത്രാന് തോന്നിയാൽ അദ്ദേഹം അത് ചെയ്യുന്നതിൽ യാതൊരു അതിശയവുമില്ല. പലരെയും ഇത് അതിശയപ്പെടുത്തുന്നു എന്നത് കാണുമ്പോൾ എനിക്ക് അതിശയം തോന്നാറുണ്ട്. ഞാനിത് ന്യായമായും പ്രതീക്ഷിക്കുന്നതാണ്. കാരണം സത്യമായി പറഞ്ഞാൽ ജനം തെറ്റിദ്ധരിച്ചിരിക്കുന്നു, അത് അവരുടെ തീരുമാനം. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, ഈ മെത്രാന്മാർ 100-ൽ 100ഉം 10-ൽ 10ഉം അവർ സ്ഥാനമാനമുഖികളാണ്. അവർ ഭൗതികമായ കാഴ്ചപ്പാടിൽ മാത്രം നിൽക്കുന്നവരാണ്. അല്ലെങ്കിൽ ഈ അൺനാച്ചുറലായിട്ടുള്ള വസ്ത്രം ഇടാനെങ്കിലും നാണിക്കത്തില്ലേ? യേശുവിൻ്റെ എല്ലാ ആദർശങ്ങളെയും ജീവിത രീതികളെയും കാറ്റിൽ പരത്തിക്കൊണ്ട് ഇങ്ങനെ ഭൗതികമായ ജീവിതത്തിൻ്റെ ആ ഏറ്റവും മനുഷ്യരെ ലജ്ജിപ്പിക്കുന്ന തരത്തിൽ ജീവിക്കുക, അതിലൊരു അസ്വാഭാവികതയുണ്ട്. ഇറ്റ്സ് അൺനാച്ചുറൽ എന്നെങ്കിലും മനസ്സിലാക്കാൻ കഴിയണ്ടേ? ഇപ്പോൾ ഒരു മെത്രാൻ ജീവിക്കണമെങ്കിൽ മാളിക വേണം, സഞ്ചരിക്കണമെങ്കിൽ വലിയ വിലയേറിയ കാറ് വേണം, ആളുകളുടെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഓച്ഛാനിക്കണം, അദ്ദേഹത്തിന് കീജെ വിളിക്കണം, അദ്ദേഹത്തിന് മേശ ഒരുക്കണം, അദ്ദേഹത്തെ രാജാവിനെ പോലെ കരുതണം. തലചായ്ക്കാൻ ഇടമില്ലാതെ ഇല്ല എന്ന് പറഞ്ഞ് ലോകത്തിന് തലചായ്ക്കാൻ ഇടമുണ്ടാക്കാനായി വന്ന യേശുവിൻ്റെ പേരിൽ കാട്ടിക്കൂടുന്ന ഈ കഥകളി, ഈ ചാക്യാർ കൂത്ത് കഥകളിയല്ല, ഈ ചാക്യാർ കൂത്ത് നടത്താൻ നാണമില്ലേ? എന്താണ് നാണമില്ലാത്തത്? അതാണ് മിടുക്ക് എന്നവർ ആത്മാർത്ഥമായി ആത്യന്തികമായി വിശ്വസിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ യേശുവിനെ പോലെ ജീവിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണെന്ന് 100% വിശ്വസിക്കുന്ന ആളുകളാണ് ഈ നിറമുള്ള കുപ്പായ ഇട്ടുകൊണ്ട് ഇങ്ങനെ വിരസിക്കൊണ്ട് നടക്കുന്നതെന്ന് ആളുകൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ മറയ്ക്കുള്ളിൽ ഇതെല്ലാം കണ്ടവനാണ്, മുഴുവൻ കണ്ടവനാണ്. ഇത് മുഴുവനും ആദ്യം തൊട്ട് അവസാനം വരെ അളന്ന് കുറിച്ച് വെക്കാൻ എനിക്ക് ഇഷ്ടം പോലെ അവസരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവർ എന്തും ചെയ്യും എന്ന് ഞാൻ ഇപ്പോഴേ
വേണേൽ മുദ്രപത്രത്തിൽ എഴുതി വെച്ച് തരാം. അതവരുടെ മിടുക്കാണ്, അവരുടെ കഴിവാണ്. ആ ന്യൂനത, ആ ബലഹീനത സംഘ് പരിവാറിൽ BJPയുടെ ആളുകൾക്കറിയാം. അതുകൊണ്ടാണ് അവരുടെ പുറകെ കൂടിയിരിക്കുന്നത്. ഒന്നിൽ ഭയപ്പെടുത്തി അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ച്. ഇപ്പോൾ ഒരു കത്തോലിക്ക തിരുമേനി അദ്ദേഹം റിട്ടയർ ചെയ്തപ്പോൾ നാഷണൽ കമ്മീഷൻ്റെ ചെയർമാനാകും എന്നൊരു ശ്രുതി നിങ്ങൾ കേട്ടതാണ്. അതിനുള്ള യോഗ്യത അയാളുടെ 4 വക്ക് എന്നാ പറയുന്നത് വഴിയരി കൂടെ പോയിട്ടില്ല, അയലത്തൂടെ പോയിട്ടില്ല. പക്ഷേ അത് മോഹിച്ചിങ്ങനെ കൊതിച്ച് നിൽക്കുമ്പോൾ BJP ഇവിടെ മുട്ടുകുത്തേക്കാൻ പറഞ്ഞാൽ മുട്ടുകുത്തേക്കും, അവിടെ മുള്ളാൻ പറഞ്ഞാൽ മുള്ളും. വല്ല സംശയമുണ്ടോ ആ കാര്യത്തിൽ? അത് സംഭവിച്ചില്ലെങ്കിൽ എനിക്ക് അതിശയമാണ്. അപ്പോൾ ഇങ്ങനെ ഭൗതികമായ താല്പര്യങ്ങളിലും ഭൗതികമായ ശക്തി കേന്ദ്രങ്ങളിലും മാത്രം വിശ്വസിക്കുകയും ദൈവമെന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ ഞായറാഴ്ച മാത്രം ഓർമ്മിപ്പിക്കുകയും ആ സങ്കല്പത്തെ ത്തോട് ഞങ്ങൾക്ക് ബന്ധമുണ്ട് എന്ന് നടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മനുഷ്യൻ കൂടിപ്പോയാൽ ഒരു മത ഓന്തായി മാത്രമേ നിൽക്കാൻ സാധ്യമാകുകയുള്ളൂ. സന്ദർഭം അനുസരിച്ച് നിറം മാറും. ഇതാ നിറം മാറിക്കൊണ്ടേയിരിക്കുന്നു. അത് ഇപ്പോൾ മാത്രമല്ല, ഇപ്പോൾ ഒരു അച്ഛൻ, ഒരു പുരോഹിതൻ ബിഷപ്പാകുന്നു, അല്ലെ മെത്രാനാകുന്നു. അപ്പോഴെന്താണ് സംഭവിക്കുന്നത്? കുപ്പായത്തിൻ്റെ നിറം മാറും. അങ്ങനെ കുപ്പായത്തിൻ്റെ നിറം മാറുന്ന ആ നിമിഷം ആ മനുഷ്യൻ്റെ നിറം മാറുകയാണ്, അവൻ ഓന്തായി മാറുകയാണ്. അപ്പോൾ അയ്മേനിയായപ്പോൾ ഒരു ഓന്ത്, അയ്മേനിയുടെ ശരീരത്തിൽ കുപ്പായം വീണപ്പോൾ അവൻ പുരോഹിത ഓന്ത്, അവൻ്റെ സ്വഭാവം മാറി. പിന്നെ എല്ലാവരുടെയും നിത്യതയുടെ ചുക്കാൻ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും അദ്ദേഹത്തെ അനുസരിക്കണം, മാനിക്കണം, അദ്ദേഹം വരാതെ ഒന്നും ചെയ്യാൻ പാടില്ല. പുരോഹിത ഓന്ത്. ഈ പുരോഹിത ഓന്തിൻ്റെ കുപ്പായത്തിന് നിറം മാറുമ്പോൾ അദ്ദേഹം മെത്രാൻ ഓന്ത്. ഇതെല്ലാം ഓന്തുകളാണ്. ഇതിലൊന്നും നിലനിൽപ്പ് ഒരു സ്റ്റെഡ്ഫാസ്റ്റായിട്ട്, അതായത് നമുക്ക് വിശ്വസിച്ച് മാറ്റമില്ലാതെ സ്ഥിതി ചെയ്യുന്ന ആന്തരികമായ പോലുള്ളൊരു യാഥാർത്ഥ്യമില്ല. ഇത് മുഴുവനും ഓന്തുകളുടെ കളിയാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇപ്രകാരമേ സംഭവിക്കൂ, വേറെ ഏതെങ്കിലും വിധത്തിൽ സംഭവിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവരൊരു മിഥ്യാലോകത്തിലാണ് വസിക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്നാൽ ഇതൊക്കെ നാം കണ്ടിട്ട് ഇത് നമ്മെ എന്ത് വിളിച്ചറിയിക്കുന്നു എന്നതിനെപ്പറ്റി ചിന്തിക്കാൻ നമുക്ക് കടമയുണ്ട്. അങ്ങനെയുള്ളൊരു വലിയ ചിന്താഭാരവും ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് സംഗമത്തിൽ നിരന്തരം പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ വിമർശനാത്മകമായി ഇതിൽ ഉൾക്കൊള്ളിക്കുവാൻ ഞാൻ നിർബന്ധിതനായിത്തീരുന്നത്. അതിൽ പലരും അതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം എൻ്റെ ദൗത്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ അവർ കൂട്ടാക്കാത്തത് കൊണ്ടാണ്. എൻ്റെ തീർച്ചയായും നിശ്ചയമായ പ്രത്യാശ ക്രമേണ അവരത് മനസ്സിലാക്കും. അതുകൊണ്ട് ഇതിൻ്റെ ആകമാനമായ ഉള്ളടക്കത്തെപ്പറ്റി അവർക്ക് കുറച്ചുകൂടെ വിശ്വാസവും ബഹുമാനവും ഉണ്ടാകും, വിലമതിപ്പുണ്ടാകും എന്നതിനെപ്പറ്റി എനിക്ക് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചിന്തകൾ, സമകാലീന പ്രസക്തമായ ചിന്തകൾ, അന്വേഷണങ്ങൾ നടത്തുന്നത് നമ്മുടെ ആത്മീയ അച്ചടക്കത്തിൻ്റെ ഭാഗമാണ് എന്ന് ഒരിക്കൽ കൂടെ ഏവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു.